കാന്തപുരം എപ്പോഴൊക്കെയാണ് വായ തുറക്കുക? വിവരദോഷം വിളമ്പാനും കളവ് പറയാൻ. അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, വിവരമില്ലായ്മ കൊണ്ടാണത്രേ വിവാഹമോചനങ്ങൾ തലാക്ക് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോളിവുഡാണ് തീരെ വിവരമില്ലാത്തവരുടെ അധിവാസ കേന്ദ്രം. രണ്ടാമത് ബോളിവുഡ് ഇന്ത്യയിൽ. കാരണം വസ്ത്രം മാറ്റുന്ന ലാഘവത്വത്തോടു കൂടിയാണ് സിനിമാ നടന്മാരും നടിമാരും അവരുടെ പാർട്ട്ണർമാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ ലോകത്താരും സമ്മതിച്ചു തരാത്ത കാര്യമാണ് സിനിമാ നടന്മാരും നടികളുമാണ് വിവാഹത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ വിവരദോഷം എന്ന് പറയുന്നത് ഒരലങ്കാരമാണ്. പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പുറത്തേക്ക് തുളുങ്ങുമ്പോൾ അത് അങ്ങേയറ്റത്തൊരു അപമാനമാണ്. അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വായ തുറക്കുന്നത് വിവരക്കേട് പറയാനാണ് എന്നതിന് വേറെയും തെളിവുകളുണ്ട്. ആളുകൾ കൂവിയിരുത്തിയൊരു സംഭവം, സ്ത്രീകൾ പ്രസവിച്ചാൽ മതി വീട്ടകങ്ങളിൽ മറ്റൊന്നിനും ഇടപെടേണ്ട. വിവരക്കേട് കേട്ട് കേരളം ലജ്ജിച്ച് തല താഴ്ത്തി. ആരൊക്കെയോ അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആൾക്കാർ കടലിൽ ചാവിടാൻ വരെ നോക്കി. ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളെ നാണം കെടുത്തിയല്ലോ. മാതൃഭൂമിയൊക്കെ അത് ബോക്സ് ന്യൂസാക്കി ചാനൽ ചർച്ച, ഞാനത് സംബന്ധമായ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ലജ്ജാവഹമായൊരു കാര്യം സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി. തലബുൽ ഫരീദത്തുൽ കുല്ലി മുസ്ലിമോ മുസ്ലിമത്തിന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുയായിയാണ് ഇദ്ദേഹം. വിജ്ഞാനം ആർജിക്കുക എന്നത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഓരോ മുസ്ലിം പുരുഷൻ്റെയും സ്ത്രീയുടെയും ബാധ്യതയാണ് എന്ന് പറയുമ്പോൾ കൂടെ കുറേ ബഹുമാനപ്പെട്ട ചേർക്കാന്നല്ലാതെ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? പ്രവാചകൻ്റെ ആജ്ഞ മിസ്സീൻ, ഏറെ പ്രയാസപ്പെട്ട അകലങ്ങളിലാൽ പോലും നിങ്ങൾ വിജ്ഞാനം തേടി കരസ്ഥമാക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അരുളപ്പാട് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണോ? സ്ത്രീകൾക്ക് കൂടിയുള്ളതല്ലേ? എവിടെയാണ് സ്ത്രീകളെ ഇസ്ലാം വേർതിരിച്ചു വെച്ചത്? നിങ്ങളതൊന്നും അറിയണ്ട, നിങ്ങൾ പറയണ്ട, നിങ്ങൾ പഠിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടോ? അതാണ് പറഞ്ഞ വിവരക്കേട്. ഇപ്പോൾ പറഞ്ഞത് ഈ പൊട്ടത്തരം എന്തിനോടാണ് ഉപമിക്കേണ്ടത്? ഈ വിവാഹമോചനം, ഈ ഗോത്രവർഗ്ഗങ്ങളുണ്ടല്ലോ, ചില പ്രത്യേക ഗോത്രവർഗ്ഗങ്ങൾ ഇന്ത്യയിൽ തന്നെ, ഈ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ വിവാഹമോചനം പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. അങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ല. വ്യത്യസ്തതകളുണ്ട് അവർക്കിടയിൽ. ഒരു സ്ത്രീക്ക് 4-5 ഭർത്താക്കന്മാർ, 4-5 പേർക്ക് കൂടി ഒരു സ്ത്രീ, ഇതെല്ലാം അവരുടെ ഇടയിലുള്ള ആചാരങ്ങളാണ്. ആ കൂട്ടത്തിൽ പറയുന്ന ഒന്നാണിത്. അപ്പോൾ അങ്ങനത്തെ ഗോത്രങ്ങളെ പറ്റിയൊന്നും മനസ്സിലാക്കാതെയും അത് അവരുടെ ജീവിത രീതികളെ സംബന്ധിച്ച് ഒരു സാമാന്യമായ അറിവ് ഇല്ലാതെ ഇത്തരത്തിലുള്ളതായ ജൽപ്പനങ്ങൾ, ഇതൊക്കെ എഴുന്നള്ളിക്കാതെ ഉണ്ടാതിരുന്നാൽ എന്താ? അദ്ദേഹം അഭിപ്രായം പറയൽ നിർബന്ധമുള്ള പല കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇതിലെ ഉയർന്നു വന്നൊരു പ്രശ്നം ഈ ട്രാൻസ്പ്ലാന്റേഷൻ, അവയവങ്ങളുടെ സ്ഥാനാന്തരാരോപം. നമുക്ക് മുസ്ലിങ്ങൾക്ക് നമ്മുടെ അവയവങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടുണ്ടോ? അതായത് ചോദ്യത്തിൻ്റെ പൊരുളതാണ്. പിന്നെ കൈ ദാനം ചെയ്താൽ ആ കൈകൾ ഇന്നലെ വരെ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു, മറ്റൊരു അമുസ്ലിമിന് കൊടുക്കുന്നിടത്ത് ആ കൈകൾ ആരാധിക്കാത്തതായി മാറുന്നു. അതുപോലെ തന്നെ അമുസ്ലിങ്ങളുടെ കൈ നമ്മൾ സ്വീകരിക്കുന്നു എങ്കിൽ ആ കൈ ഇന്നലെ വരെ ആരാധന പങ്കെടുത്തിട്ടില്ല. ഇതിന് കയ്യൊരു ഉദാഹരണമാണ് പറയുന്നത്. കണ്ണും കാതും ഒക്കെ ഇതിന് ബാധകം. തൃപ്തികരമായൊരു മറുപടി ഇക്കാലം വരെ ഒരു മതപണ്ഡിതനും ആ വിഷയത്തിൽ ഇറക്കിയിട്ടില്ല. ഇറക്കിയപ്പോൾ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്, പക്ഷേ സർവാംഗീകൃതമായ ഒരു രീതിശാസ്ത്രം ഇക്കാര്യത്തിൽ ഇനിയും രൂപപ്പെട്ടിട്ടില്ല. ചില ആസ്പത്രികൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന കണക്കുകൾ ഈ അവയവ മാറ്റങ്ങളെ സംബന്ധിച്ച് ഒരർത്ഥത്തിൽ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ലജ്ജിപ്പിക്കുന്നതാണ്. അതായത് മറ്റുള്ളവരുടെ അവയവങ്ങൾ സ്വീകരിക്കുന്നതിൽ 1-ാം സ്ഥാനത്ത്, അവയവങ്ങൾ ദാനം ചെയ്യുന്നതിൽ വളരെ പുറകോട്ട്. അവയവങ്ങൾ ദാനം ചെയ്യാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് മതപരമായ ചില വിധികളാണ്. അതായത് ഓരോ അവയവത്തോടും അല്ലാഹു തആല ചോദിക്കും,
ഓരോ അവയവം നമുക്ക് വേണ്ടി സംസാരിക്കും. നിങ്ങളെന്താണ് സംസാരിപ്പിച്ചത് കേൾക്കുമ്പോൾ എന്തൊക്കെ നല്ലത് എന്തൊക്കെ കുല്ലഷി എന്നൊക്കെ ഖുർആനിൽ മറുപടി പറഞ്ഞ ഉദാഹരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ കൈ ഒരു കാല് ഒരാൾക്ക് ദാനം ചെയ്തു, ആ ആൾ ആ കാലുമായിട്ട് വേശ്യാലയത്തിൽ പോയാൽ തൻ്റെ പഴയ കാല് ചെയ്ത തെറ്റിന് താൻ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന സംശയം. അയാൾ അതുപോലെ വേറെ എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ അതും ചോദ്യം ചെയ്യപ്പെടുമോ എന്ന ചോദ്യം. ഇപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പകരം കാല്, മറ്റൊരാളുടെ കാല്, ആ കാല് ഇതുവരെ ചെയ്ത തെറ്റുകൾ, ഇങ്ങനെ പലജായ സംശയങ്ങളും. അള്ളാഹുവിൻ്റെ ആവശ്യത്തിൽ സംശയമൊന്നുമില്ല. അള്ളാഹു എല്ലാറ്റിനും കഴിയുന്നവരാണ്. ഏത് കാലിനാണ് ശിക്ഷിക്കേണ്ടത് എന്ന് ആലോചിച്ച് അള്ളാഹ്ക്ക് ഉറക്കം നഷ്ടപ്പെടില്ല. അത് പുതുസിനത്തും വല്ല നോവും മാഫിസമാവാത്തും മാഫിലാവും എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. അപ്പോൾ ഇതൊന്നല്ല പ്രശ്നം ഒരുപാട് സങ്കീർണമായ കാര്യങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും മര്യാദക്കൊരു മറുപടി പറയാൻ തന്നെ നമ്മൾ ഉസ്താദന്മാർക്ക് അറിയില്ല. അവരുടെ അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫത്വൽ മുഴുവൻ നിങ്ങൾ കണ്ണെടുക്കില്ല. അതിനപ്പുറത്തേക്ക് വായിച്ചു പോയാൽ പേടിയാണ്. ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ധീരമായി ഇങ്ങനെ നന്ന് ചെറിയ ഉറുദു ഭാഷ അറിയെങ്കിൽ തന്നെ കുറേ മെച്ചാണ്. പണ്ഡിതന്മാർ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഇവരറിയുന്നില്ല, ഇവർ നല്ലൊരു ഭാഗം അറിയുന്നില്ല. അവരുടെ അനലൈസ് രീതി തന്നെ ഇവർക്ക് ഇഷ്ടമല്ല. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി, അതുപോലെ തന്നെ അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ, അറബ് ലോകത്തുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ അറബിയും മര്യാദയ്ക്ക് അറിയില്ല. ഈ സെർഫിനതൊക്കെ സലാഹാദ എന്നുള്ള അറബി അറിയുള്ളൂ. അറബി സാഹിത്യം അറിയില്ല. അറിയുന്ന വളരെ ചുരുങ്ങിയൊരു വിഭാഗം ഇപ്പോഴും ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നില്ല. ആരെയും അടച്ചാക്ഷേപിക്കല്ല. എൻ്റെ തലമുറയിൽപ്പെട്ടതായ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കാര്യം വളരെ ദയനീയമാണ്. ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതിനകത്തുക നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഫത്വ നൽകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. മുഫ്തിക്ക് ഉണ്ടാവേണ്ടതായ ഒരുപാട് കണ്ടീഷനാലിറ്റീസ് ഉണ്ട്. അതെല്ലാം പാലിക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരാൾ ഉണ്ടാകുന്നതിന് പ്രയാസം. അങ്ങേയറ്റം മുറവും തക്കവയുള്ള ആളായിരിക്കണം. ഇസ്ലാമിക നിയമങ്ങളെ എന്തെങ്കിലും താല്പര്യത്തിന് മുൻനിർത്തിക്കൊണ്ടോ മറ്റോ വ്യാഖ്യാനിക്കാൻ പാടില്ല. വളരെ ഔറഴ്, വളരെ അത്തുക്ക, ഇതെല്ലാം അവനുണ്ടായിരിക്കേണ്ട ഒരു ശ്രദ്ധ. ഇതെല്ലാം ഉള്ള ഒരാളാണ് കാര്യങ്ങൾ പഠിച്ച് അറബി ഭാഷ അതിൻ്റെ യഥാർത്ഥ പ്രയോഗങ്ങളും ഓരോ സ്ഥാനത്തും അത് എന്തിനുവേണ്ടി ഉപയോഗിച്ചു അതിനെപ്പറ്റിയുള്ള അറിവും എല്ലാം ഒത്തിണങ്ങിയ ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഫത്വ നൽകാൻ കഴിയുകയുള്ളൂ. അപൂർവമാണെങ്കിലും അങ്ങനത്തെ ആൾക്കാർക്ക് ഇടയിൽ ഇല്ലെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അവരെ ദൂരെ നിന്ന് നമുക്ക് നോക്കിക്കാണാൻ കഴിയില്ല എന്നതാണല്ലോ അവരുടെ പ്രത്യേകത. ഏതായാലും കൂടുതൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം. അതിനു മുമ്പ് ചാടി വീണ് അഭിപ്രായം പറയുന്നത് ഒരു നിലക്കും യോജിക്കാൻ കഴിയുന്നതല്ല. ശരി. കാന്തപുരം ഉസ്താദ് പിടികൂടപ്പെട്ട മറ്റൊരു വിഷയം നമ്മളെ മുടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ബോംബെ വേശ്യാലയത്തിൽ നിന്ന് വാരിക്കൊണ്ടുവന്നൊരു മുടിയുമായിട്ട് മൂപ്പര് ഇറങ്ങിയിരുന്നു. അത് തോണ്ടിസായിരുന്നു. ഞാനത് പിടിച്ച് ഞാൻ ഇല്ലാതായാലും നിങ്ങൾ അതിൻ്റെ പേരിലെങ്കിലും എന്നെ ഓർക്കണം. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ കാരന്തൂരിൽ ഭയങ്കര ട്രാഫിക് ഒഫൻസ്, ഭയങ്കരമായ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു മുടി കൊണ്ടുവന്നതാണ്. അപ്പം തന്നെ എന്നെ കള്ളത്തരം മനസ്സിലായി. ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചു. മൂപ്പര് അങ്ങനെ ഒരു മുടി കൊണ്ടുവന്നിട്ട് ഒരു ശിരോ മസ്ജിദ് ഉണ്ടാക്കാനുള്ള അതിനൊരാൾ പേരിട്ടതാണ്
ഒരു കേശ മസ്ജിദ്, മുടിപ്പള്ളി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതിന് പോസ്റ്ററും അതും ചിത്രമൊക്കെ അവിടെ മുഴുവനും പൊട്ടിച്ചെന്ന്. പിന്നെ അതൊക്കെ ഒരു പറിച്ച് മണ്ടിയിട്ട് എങ്ങോട്ടാണ് ഓടിയത് തന്നെ ഒരു ഹസ്രജിനും കൊണ്ട് നടക്കില്ലായി. പിന്നെ അത് പോയ സ്ഥലമില്ല. ഈ മൂപ്പര് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടു വരില്ല ഓരോന്ന്. കാശ്മീരിലുണ്ട് ഇങ്ങനെ പിന്നെ ബാലെ ഷെരീഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുടി സൂക്ഷിച്ച സ്ഥലം. അതുപോലൊക്കെ ഒന്ന് ഇവിടെ മൂപ്പര സമാധിയോടനുബന്ധിച്ച് കൊല്ലത്തിലും ആൾക്കാർ തീർത്ഥാടനത്തിന് വരുന്നൊരു കേന്ദ്രം ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞ പരിപാടി. കേരളീയരെ അത്ര വേഗം പൊട്ടന്മാരാക്കാൻ കഴിയണമെന്ന് മനസ്സിലാക്കി മെല്ലെ ആ മുടി എവിടെയോ മടിയിൽ തിരികെ രക്ഷപ്പെട്ടു മൂപ്പര്. അങ്ങനെ പലതും ഈ കേരളത്തിൽ നല്ല കക്ഷി ജനിച്ചിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു കൊയ്ത്ത് തന്നെ മൂപ്പര് നടത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മൂപ്പരെ പിൻപറ്റുന്നവർക്കും അത്യാവശ്യം ബുദ്ധിയുണ്ട്, അറിവുമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒന്നും